ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിന്റെ 1-ാം ദിനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നത് ശിഷ്യന്മാരുടെ ജീവിത രീതിയും ശൈലിയും എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു അടയാളമായിട്ടാണ് യേശു കർത്താവ് ഈ ഭക്ഷണമേശ ഒരുക്കിയിരിക്കുന്നത്. 26-ാം വാക്യത്തിൽ പരിശുദ്ധ കുർബാന യേശു മാതൃകയിലേക്കുള്ള ക്ഷണമാണ്. എന്ന് വെച്ചാൽ യേശു കർത്താവിനെ പോലെ ജീവിക്കുവാനും മരിക്കുവാനും ഉള്ള വിളിയാണെന്ന് സാരം. അതിന്റെ ദൃഷ്ടാന്തമാണ് ഈ ഭക്ഷണമേശയിൽ നടക്കുന്നത്. അപ്പമെടുത്ത് വാഴ്ത്തുന്നതിലൂടെയും നുറുക്കുന്നതിലൂടെയും യേശു അടയാളപ്പെടുത്തുന്നത് ജീവിത മാതൃകയാണ്. മത്തായി 26-ന്റെ 27-ഉം 28-ഉം വാക്യങ്ങളിൽ പരിശുദ്ധ കുർബാന പാനപാത്രങ്ങളുടെ സ്തോത്ര പാടലാണ്. യേശുവിനും ഉണ്ട് ഒരു പാനപാത്രം. അതൊരു മരണകാസായാണ്. ദൈവം തരുന്ന പാനപാത്രങ്ങളെ ദൈവത്തോട് ചേർത്ത് കൃപ ലഭിക്കുന്ന നേരമാണ് പരിശുദ്ധ കുർബാന. ദൈവമക്കൾക്ക് പാനപാത്രങ്ങളൊക്കെയും ദൈവത്തിലേക്ക് നോക്കുവാനുള്ള അവസരമാണ്. ഈ നോമ്പുകാലം ദൈവത്തോട് അടുക്കുവാനുള്ള അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.